ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഈ ഒരു സെഷനിൽ നോക്കുന്നത് ഡിഗ്രി പ്രിലിംസ്, ഇന്ന് കഴിഞ്ഞ ഡിഗ്രി പ്രിലിംസ് തേർഡ് ഫേസിൻ്റെ ഒരു എക്സ്പെക്റ്റഡ് കട്ട് ഓഫ് ആണ്. നമുക്കറിയാം GK 50 മാർക്കിനും ഇംഗ്ലീഷ് 20 മാർക്കിനും മാത്സ് 20 മാർക്ക്, മലയാളം 10 മാർക്കിനുമാണ് ചോദിച്ചത്. നമുക്ക് ജസ്റ്റ് ഒരു എക്സ്പെക്റ്റഡ് കട്ട് ഓഫ് നമുക്ക് ഇതൊന്ന് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് നോക്കാം. GK നമ്മൾ നോക്കുമ്പോൾ GKയുടെ ക്വസ്റ്റ്യൻസ് അല്പം ബുദ്ധിമുട്ട് വരുന്ന ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു അല്ലേ. മറ്റുള്ള എക്സാമുകളെ അപേക്ഷിച്ച് അല്പം ബുദ്ധിമുട്ട് വരുന്ന GK ഒരു കൺഫ്യൂസിങ് ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു. അതുകൊണ്ട് നമുക്കൊരു GKയിൽ നിന്നും നമുക്കൊരു മാക്സിമം ഒരു 23-25 മാർക്ക് മാത്രം ഉള്ളൂ നമുക്ക് എന്തായാലും വാങ്ങാൻ പറ്റും. 23 to 25 മാർക്കാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഒരു ആവറേജ് അല്ലെങ്കിൽ എബോ ആവറേജ് നിൽക്കുന്ന ഒരു വ്യക്തിക്ക് 23-25 മാർക്ക് 50-ൽ വാങ്ങാം. അതുപോലെ ഇംഗ്ലീഷ് നോക്കൂ. ഇംഗ്ലീഷിൻ്റെ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ്? ഇംഗ്ലീഷിൻ്റെ ക്വസ്റ്റ്യൻസ് ഒരു ഏകദേശം ഒരു ആവറേജ് അല്ലെങ്കിൽ എബോ ആവറേജ് നിൽക്കുന്ന ഒരു സ്റ്റുഡൻറ്റിന് എന്തായാലും നമുക്കൊരു 11 to 14 മാർക്ക് സുഖമായിട്ട് വാങ്ങാവുന്ന ക്വസ്റ്റ്യൻസ് ആണ് അല്ലേ. മാത്സ് ആൻഡ് റീസണിങ് എങ്ങനെയാണ്? മാത്സ് ആൻഡ് റീസണിങ് ക്വസ്റ്റ്യൻസ് നോക്കൂ. ഒരു സുഖമുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്, അല്പം ബുദ്ധിമുട്ടിക്കുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ മാത്സ് ആൻഡ് റീസണിങ് ഒരു 12 മുതൽ 14 മാർക്ക് വരെ നമുക്ക് ഒരു ആവറേജ് സ്റ്റുഡൻറ്റിന് കരസ്ഥമാക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസാണ്. മലയാളം നോക്കൂ. മലയാളം മറ്റുള്ള എക്സാമിനെ അപേക്ഷിച്ച് അല്പം കൂടിയും ക്വസ്റ്റ്യൻ സിമ്പിളായിരുന്നല്ലേ. 1-2 ക്വസ്റ്റ്യൻ മാത്രമേ ഉള്ളൂ ഒരു ഡൗട്ട് വരാനുള്ള ഇടയുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് മലയാളത്തിൽ ഒരു 6-7 മാർക്ക് ഒരു ആവറേജ് അല്ലെങ്കിൽ എബോ ആവറേജ് സ്റ്റുഡൻറ്റിന് പ്രതീക്ഷിക്കാൻ പറ്റും. അപ്പോൾ ഏകദേശം ഒരു മാർക്ക് നോക്കുമ്പോൾ എത്രയാണ്? 34, 44, 46, 52. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു 52, ഒരു 58 എന്നൊക്കെ പ്രതീക്ഷിക്കുമ്പോൾ നമ്മളിവിടെ ഒരു ഏകദേശം ഒരു കാൽക്കുലേഷൻ എന്ന് പറയുമ്പോൾ ഒരു 51 മാർക്ക് മുതൽ 56 മാർക്ക് വരെയാണ് ഒരു ആവറേജ് സ്റ്റുഡൻറ്റിന് ഇവിടെ, അല്ലെങ്കിൽ എബോ ആവറേജ് നിൽക്കുന്ന ഡിഗ്രി പ്രിലിംസിന് പഠിക്കുന്ന ഒരു എബോ ആവറേജ് സ്റ്റുഡൻറ്റിന് കരസ്ഥമാക്കാൻ പറ്റുന്ന മാർക്ക് എന്ന് പറയുന്നത് 51 to 56 ആണ്. അപ്പോൾ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന മാർക്ക്, എക്സ്പെക്റ്റഡ് കട്ട് ഓഫ് എന്ന് പറയുന്നത് 51 മുതൽ 56 ഒരു ഫിഗർ ആയിരിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ നിങ്ങൾ ഇന്നത്തെ എക്സാം എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി ഒന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. അതുപോലെ നമ്മുടെ ഫേസ് 1, ഫേസ് 2, ഫേസ് 3യുടെ എല്ലാതിൻ്റെയും എക്സ്പെക്റ്റഡ് കട്ട് ഓഫ് ചേർത്തിണക്കിക്കൊണ്ട് നമ്മൾ നോർമലൈസേഷന് ശേഷം ഏകദേശം എത്ര കട്ട് ഓഫ് വരും എന്നുള്ള ഒരു വീഡിയോ നമ്മൾ തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് നമ്മൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇടുന്നതാണ്. സോ അത് കാണണമെന്നുള്ളവർ ജസ്റ്റ് ഒന്ന് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടിയും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നമ്മളിപ്പോൾ പറഞ്ഞ LSGSൻ്റെ കട്ട് ഓഫാണ്. SIയുടെ കട്ട് ഓഫ് ആകുമ്പോൾ അല്പം കൂടി കുറയും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.